നമസ്കാരം. സ്വകാര്യ ടെലികോം കമ്പനികളും സർക്കാർ ടെലികോം കമ്പനിയുമായിട്ടുള്ള കടുത്ത മത്സരമാണ് നാം ഇപ്പോൾ കാണുന്നത്. 5G യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിക്ഷേപിച്ച കോടികളുടെ നഷ്ടം നികത്താൻ വേണ്ടി സ്വകാര്യ ടെലികോം കമ്പനികൾ സ്വന്തം നിരക്ക് വർദ്ധിപ്പിച്ചു. ഇതോടെ BSNLും അതുവഴി രത്തൻ ടാറ്റയും നിർണായകമായ നീക്കങ്ങളാണ് നടത്തിയത്. കാരണം നിരക്ക് വർധനവ് സഹിക്കവയ്യാതെ സ്വകാര്യ കമ്പനികളിൽ നിന്നും സർക്കാർ കമ്പനിയായിട്ടുള്ള BSNLിലേക്ക് ഉപഭോക്താക്കൾ വരികയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രത്തൻ ടാറ്റ വലിയ നിർണായകമായ നീക്കങ്ങൾ നടത്തി, സർക്കാർ വലിയ നീക്കങ്ങൾ നടത്തി BSNLിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗ്രാമപ്രദേശങ്ങളിൽ അടക്കം യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള നടപടികളൊക്കെ രത്തൻ ടാറ്റയുടെ കരാറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNLിന് വലിയ വളർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരും ബജറ്റിലും വലിയ തുക കണ്ടെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സാങ്കേതിക വിദ്യ നവീകരണത്തിനും കമ്പനിയുടെ പുനഃസംഘടനയ്ക്കുമായി ഇത്തവണ ബജറ്റിൽ 82,916 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ BSNLെ വളർത്താൻ മറ്റൊരു നിർണായക നീക്കം കൂടെ നടത്തിയിരിക്കുകയാണ് എന്ന് ചുരുക്കം. ടെലികോം മേഖലയ്ക്ക് ആകെ 1.28 ലക്ഷം കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതിൽ നിന്നാണ് ഏതാണ്ട് 83,000 കോടി രൂപ BSNLിന് മാത്രമായി കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 64% BSNLിനുള്ള മൂലധന നിക്ഷേപം തന്നെയാണ്. 2022-23 സാമ്പത്തിക വർഷം 26,386.44 കോടി രൂപയും 2023-24 സാമ്പത്തിക വർഷത്തെ പുതുക്കിയിട്ടുള്ള ബജറ്റിൽ 64,787.17 കോടി രൂപയും കമ്പനിക്കായി നീക്കിവച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇത് കമ്പനിയെ വളർത്താൻ നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു വശത്ത് ഇതുപോലെ BSNLിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് തങ്ങളുടെ തകർച്ചയെ ഒഴിവാക്കാൻ വേണ്ടി ജിയോ പോലുള്ള കമ്പനികൾ അവരെ കൊണ്ടാകുന്ന രീതിയിൽ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പുതിയ ഓഫറുകൾ നൽകിക്കൊണ്ട് ഉപഭോക്താക്കളെ തിരിച്ചുപിടിക്കുക എന്ന നയമൊക്കെ അവർ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നെറ്റ്ഫ്ലിക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിരവധി ഓഫർ കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതൊക്കെയാണ് റിപ്പോർട്ടുകൾ. അതും പോരാഞ്ഞ പ്ലാൻ B എന്ന രീതിയിൽ ഇപ്പോൾ ജിയോ ഭാരത് 4G ഫോണുകളുടെ പുതിയ മോഡൽ കൂടെ പുറത്തിറക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. വലിയ സ്ക്രീനും ബാറ്ററിയും ജിയോ ചാറ്റ UPA ഇന്റർനാഷണൽ ജിയോ പേ സംവിധാനം പോലുള്ള അധിക സവിശേഷതകളോടെയാണ് ജിയോ പ്ലാൻ Bയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന പുതിയ മോഡലിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ലൈവ് ജിയോ TV, ജിയോ സിനിമ, ജിയോ സാവാൻ മ്യൂസിക് ആപ്പ്, പുതിയ ജിയോ ചാറ്റ് തുടങ്ങിയിട്ടുള്ള ഫീച്ചറുകളും ഈ ഫോണിൽ ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1,399 രൂപയാണ് ഈ ഫോണിന് വില നൽകുന്നത്. കഴിഞ്ഞ വർഷമാണ് ജിയോ ഇന്ത്യയിൽ ജിയോ ഭാരത് ഫോണുകൾ അവതരിപ്പിക്കുന്നത്. താങ്ങാനാവുന്ന നിരക്കിൽ 4G ഫോണുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ജിയോ ഭാരത് സീരീസ് അവതരിപ്പിച്ചത്. കുറഞ്ഞ വിലയുള്ള പ്ലാനുകൾ ജിയോ ഫോൺ ഉപഭോക്താക്കൾക്കായിട്ടുള്ളതാണ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ നടത്തിയിരുന്നു. 123 രൂപയ്ക്ക് 28 ദിവസം വാലിഡിറ്റി ലഭിക്കുന്ന പ്ലാൻ 14 GB ഡാറ്റയും ലഭിക്കുന്ന രീതിയിലാണ് ഒരുക്കിയത്. 1,234 രൂപയുടെ വാർഷിക പ്ലാനിൽ അൺലിമിറ്റഡ് കോളുകളും 168 GB ഡാറ്റയും ലഭ്യമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ജിയോ ഭാരത് V2, ജിയോ ഭാരത് V2 കാർബൺ എന്നീ 2 വേർഷനുകളും ജിയോ ഭാരത് B1 എന്ന മോഡലും കമ്പനി അവതരിപ്പിച്ചതാണ്. നിലവിൽ ജിയോ ഭാരത് J1 എന്ന അപ്ഡേറ്റഡ് മോഡലാണ് ജിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തങ്ങൾക്ക് ടെലികോം കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന നഷ്ടം നികത്താൻ വേണ്ടി ജിയോ അവർക്കാകുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്ലാൻ B അവതരിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും BSNLിന്റെ വളർച്ച വളരെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് രേഖകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്.